നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്ന ദൈവമാണ്. വേദനപ്പെട്ട ഹൃദയത്തെ കണ്ടിട്ട് കണ്ണുനീരൊഴുക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് മറികടന്നു പോകുന്നവനല്ല നമ്മുടെ ദൈവം. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ്: നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമവും വേദനയും അതിൻ്റെ യഥാർത്ഥ മൂല്യം നന്നായി അറിഞ്ഞ് നമുക്ക് വേണ്ടി മറുപടി തരുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന, നമ്മുടെ വിഷമത്തിന് പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ട്. 56-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ദാവീദ് പറയുന്നു: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എന്തോ കുറിച്ചു വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നത് എൻ്റെ കണ്ണുനീരിൻ്റെ അളവാണ്, എൻ്റെ കണ്ണുനീരിൻ്റെ കാരണമാണ്, എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടിയാണ്. കാരണം ഞാൻ കടന്നു പോകുന്ന വേദനകളും, ഞാൻ കടന്നു പോകുന്ന ഉഴൽച്ചകളും, ഞാൻ കടന്നു പോകുന്ന ശോധനകളും ദൈവം ഒരു മാപ്പിനകത്ത് തയ്യാറാക്കി വെച്ചതുപോലെ എല്ലാം റൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വരുന്ന വേദനകളും ഭാരങ്ങളും എല്ലാം അവൻ്റെ ലബോറട്ടറിയിൽ അവൻ സൂക്ഷിച്ചു വെക്കുകയാണ്. അവൻ കണ്ണുനീരെടുത്ത് വെച്ചിട്ട് എത്ര വേദനയുണ്ട്, എത്ര വേദനയിൽ നിന്നാണ്, അതിൻ്റെ ആഴം എത്രയാണ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സമയത്ത് മറുപടി തരുന്നൊരു ദൈവം. ഹല്ലേലൂയ. കരയാത്തവരായിട്ടും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നോക്കി വിങ്ങിപ്പൊട്ടാത്തവരായിട്ട് ആരും കാണുകയില്ല. എത്ര ബലവാനാണേലും അവൻ്റെ മനസ്സിനകത്തും ഒരു കരച്ചിലും തേങ്ങലും കാണും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന അനേക വിഷയത്തിൽ നിങ്ങൾ തേങ്ങുന്നവരായിരിക്കാം. പറഞ്ഞിട്ടും പ്രയോജനമില്ലെന്ന് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നവരോ വിഷമിക്കുന്നവരാകാം. ഹന്നായെക്കുറിച്ച് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്നത്, അവൾ മനോവ്യസനത്തോടു കൂടി ഒത്തിരി കരഞ്ഞു. 1-ാം അധ്യായം 10-ാം വാക്യം. പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് കരയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രാർത്ഥിച്ചിട്ട് കരയുന്നവർ വളരെ ദൈവത്തോട് ഉള്ള ആ ഒരു ബന്ധത്തിൽ കരയുന്നവരാണ്. നിശ്ചയമായും അതിനൊരു മറുപടി ഉണ്ടാകും. അവൾ വളരെ മനോവ്യസനത്തോടു കൂടി കരയുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് അന്നത്തെ ദിവസം ദൈവം ഉത്തരമരുളി. ഹല്ലേലൂയ. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ദാനിയേൽ ദൈവസന്നിധിയിൽ വളരെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ മാറുന്ന കാലസംഖ്യ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദാനിയേൽ ഗ്രഹിച്ചിട്ട് ദൈവസന്നിധിയിൽ വളരെ കരയുകയാണ്. വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ 9:23 എഴുതിയിരിക്കുക: ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഞാൻ അയച്ചിരിക്കുകയാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവർ, ദൈവിക കാര്യങ്ങളിൽ വളരെ ഉത്സാഹവും ശുഷ്കാന്തിയുള്ളവർ, അവർ കരയുന്നത് ദൈവം നോക്കി നിൽക്കില്ല. ആ കരച്ചിലിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം ഇടപെടും. എന്താണ് നീ കരയുന്നത്? എന്താണ് വേദനിക്കുന്നത്? എന്താണ് ഭാരപ്പെടുന്നത്? ഇതറിയുന്നൊരു ദൈവമുണ്ട്. നിശ്ചയമായും നിങ്ങളുടെ കരച്ചിലിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മനുഷ്യർ ചെവി അയച്ചില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഒരു മറുപടി കരുതി വെക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹിസ്കിയ രാജാവ് വളരെ ദൈവസന്നിധിയിൽ കരഞ്ഞതായിട്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. താൻ മരിച്ചു പോകുമെന്നുള്ള ഒരു വാർത്ത, ഒരു വിഷയം അറിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ വളരെ കരഞ്ഞു. ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ നടന്നതിനെക്കുറിച്ച് അവൻ ദൈവസന്നിധിയിൽ പറയുകയാണ്: കർത്താവേ, നിന്റെ മുമ്പാകെ ഞാൻ വളരെ വിശ്വസ്തയോടും ഏകാഗ്രതയോടും നടന്നത് ഒന്ന് ഓർക്കണമേ. അവൻ്റെ കരച്ചിലിന് പ്രതിഫലം ഉണ്ടായി. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു. അവൻ്റെ ആയുസ്സിനോട് 15 വർഷങ്ങൾ കർത്താവ് കൂട്ടിക്കൊടുക്കുവാനിടയായി. പ്രാർത്ഥന ചെറിയ കാര്യമല്ല. കണ്ണുനീർ അതിലും വലുതാണ്. കരച്ചിലോടും വിലാപത്തോടും കൂടെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് ഉറപ്പായും മറുപടി വരും. എത്രയോ അമ്മമാർ, എത്രയോ പിതാക്കന്മാർ തലമുറകളെ ഓർത്ത് വേദനപ്പെട്ട് കരയുന്നുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരും. കാരണം ദൈവത്തിൻ്റെ അടുക്കൽ ആ പ്രാർത്ഥന ചെല്ലും. കാരണം അതിൻ്റെ യഥാർത്ഥമായ ജെന്യുവനായിട്ടുള്ള വേദന കർത്താവിന് അറിയാം. മറ്റുള്ളവർ പറയുന്നതിലും വലിയൊരു വേദന, ആ വേദന കർത്താവിന് അറിയാം. ആ വേദനയിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ മൂല്യമുണ്ട്. നിശ്ചയമായും അതിനൊരു പ്രതിഫലവും മറുപടിയും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. മുടിയൻപുത്രൻ എന്ന് പറയുന്ന ഒരു മകനെക്കുറിച്ച് ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പൻ്റെ സ്വത്തും ഓഹരിയും ഒക്കെ വാങ്ങിച്ചിട്ട് അവൻ്റേത് ഷെയർ വാങ്ങിച്ചുകൊണ്ട് അവൻ പോയി ദൂർത്തടിച്ച് മുഴുവൻ നശിപ്പിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് ഒടുവിൽ തിരിച്ചു വരുന്നൊരു മകൻ. നിശ്ചയമായിട്ടും ആ പിതാവ് വളരെയധികം കാത്തിരുന്നിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ അപ്പൻ ദൂരത്തുനിന്ന് മകനെ കണ്ടു.
മകൻ കണ്ടെന്നല്ല, അപ്പൻ ദൂരത്ത് നിന്ന് അവനെ കണ്ടു, ഓടി അങ്ങോട്ട് ചെന്ന് അവനെ ആശ്ലേഷിച്ചു. അപ്പോഴാണ് അവൻ തൻ്റെ പാപങ്ങളൊക്കെ ഏറ്റു പറയുന്നത്. നിശ്ചയമായിട്ടും ആ കരച്ചിൽ, ആ അപ്പൻ്റെ കരച്ചിലിന്, ആ അപ്പൻ്റെ പ്രാർത്ഥനയ്ക്ക്, അപ്പൻ്റെ കാത്തിരിപ്പിന് നിശ്ചയമായും ഫലമുണ്ടായി. സഹോദരങ്ങളെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മക്കളെ സംബന്ധിച്ച് നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് എന്തോ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം. ആ കാത്തിരിപ്പിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ആമേൻ. നിശ്ചയമായും കാത്തിരിപ്പ് വ്യർത്ഥമാകില്ല. ആ പ്രാർത്ഥനയുടെ മറുപടിയുടെ ഒരു കാത്തിരിപ്പായിരിക്കാം. തലമുറയുടെ ഭാവി സംബന്ധിച്ചൊരു വിഷയത്തിൽ കാത്തിരിക്കുന്നതായിരിക്കാം. ദൈവം നിശ്ചയമായി അതിന് മറുപടി തരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവന് നിശ്ചയമായും ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. കണ്ണുനീരിനെ കർത്താവ് മറികടന്ന് പോകുകയില്ല. ക്രിസ്തു തൻ്റെ ഐഹിക കാലത്ത് മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ചു വിളിയോടുകൂടി പ്രാർത്ഥിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യുന്ന എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുവും കരഞ്ഞിരുന്നു, യേശുവും പ്രാർത്ഥിച്ചിരുന്നു, യേശുവും വിടുതലിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, ഉത്തരമരളി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ദൈവം അവനെ മരണപാശങ്ങളിൽ നിന്ന് വിടുവിച്ചു, എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും മറുപടിയുണ്ട്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ മറുപടി ഒന്നുകിൽ ഒരു ദൈവശബ്ദമായിരിക്കാം. ആ ദൈവശബ്ദത്തിനകത്ത് വിടുതലുമുണ്ട്, അതിനുവേണ്ടി നമ്മളുള്ള ദൈവത്തിൻ്റെ ആലോചനയുമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. താമസിക്കില്ല, വരും. അതിൻ്റെ മറുപടി സമയത്ത് വരും. ചിലത് പെട്ടെന്ന് മറുപടി തരുന്നതായിരിക്കാം. ചിലത് ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആ വിഷയത്തെ ദൈവം പോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം. ആ മഹത്വപരമായ മറുപടി ആയിരിക്കാം ദൈവം ചിലപ്പം നൽകിത്തരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചില വിഷയങ്ങളുടെ കർത്താവ് മറുപടി നോ എന്ന് പറഞ്ഞാൽ നിരാശപ്പെടരുത്. ആ വിഷയത്തിൽ ശ്രേഷ്ഠമായതോ ഉന്നതമായതോ ദൈവം ഒന്ന് കരുതിയിട്ടുണ്ട്. നമ്മുടെ വിചാരങ്ങളല്ലോ ദൈവത്തിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിചാരം കുറഞ്ഞ വിചാരമല്ലെന്ന് യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും ഉയർന്നിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരം നിങ്ങളുടെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. നിശ്ചയമായും ഉയർന്ന വഴികളും ഉയർന്ന വിചാരങ്ങളും നമ്മെക്കുറിച്ച് ദൈവം കരുതിയിട്ടുണ്ട്. നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. 126-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ വളരെ പരിചിതമായ വാക്യമാണ്. കണ്ണുനീരോടുകൂടി വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. ഒരു കാലം അങ്ങനെയാണ് അല്ലേ? ഒരു കാലം അങ്ങനെ ഉണ്ടെങ്കിൽ കറ്റ ചുമന്നും ആർത്തുകൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ആർത്തുകൊണ്ടുവരുന്നു. ആർപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരും. സന്തോഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരും. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുന്നോടിയായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ലോകം സന്തോഷിക്കുന്ന, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകം നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ലോകം സന്തോഷിക്കുന്ന ഒരു സമയമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ദുഃഖത്തെ ദൈവം പിന്നീട് സന്തോഷമാക്കി മാറ്റി. ഇതൊരു പ്രോമിസാണ്. നിങ്ങൾ ഇന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് ഒരാശ്വാസം വെച്ചിട്ടുണ്ട്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ കണ്ണുനീരാണെങ്കിൽ കണ്ണുനീരിന് ദൈവം ഒരു പ്രതിഫലം തരും. എന്നും കണ്ണുനീരല്ല, എത്ര കണ്ണുനീർ പൊഴിച്ചോ അതിനെല്ലാം ആഹ്ലാദവും ആനന്ദവും ദൈവം മടക്കിത്തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ദൈവം എന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി മറുപടി തരാനായിട്ട് ആഗ്രഹിക്കുക. കണ്ണുനീർ താഴ്വരയിൽ കൂടി നിങ്ങൾ കടക്കുമ്പോൾ അത്ഭുതകരമായ ജലാശയമാക്കി അതിനെ തീർക്കുകയും വേഗത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയും ചെയ്യും. പ്രിയ കർത്താവേ, സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർക്ക് ഒരു ആർപ്പ് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിൽ ആനന്ദഘോഷം വരുന്നു. ഈ മക്കളുടെ ജീവകാലം കൂടുതൽ വേദനയുടെയും കണ്ണുനീരിൻ്റെയും ദിനങ്ങളായിരുന്നെങ്കിൽ അതിനനുസരിച്ചൊരു മറുപടിയും പ്രതിഫലവും ഒരു ആനന്ദവും അനുഗ്രഹവും ഈ മക്കൾക്ക് കരുതിയിട്ടുള്ളതായ സ്തോത്രം. കർത്താവ്, മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉയർച്ചകളെ എണ്ണിയിട്ട് ഞങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം സമയത്ത് പുസ്തകത്തിൽ കരുതി ഞങ്ങൾക്ക് വേണ്ടി ഒരു മറുപടി കരുതുന്നതിനായി നന്ദി. കർത്താവെ, ഈ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മറുപടി ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. ഏത് വിഷയത്തിലാണ് നുറുങ്ങിയിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് വ്യസനപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് കണ്ണുനീർ പൊഴിക്കുന്നത്, അതിലൊരു മറുപടി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കണ്ണുനീര് കാണുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.